ഹായ് ഓൾ, ഇന്ന് നമ്മളൊരു ഫുൾ സർക്കിൾ സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതെടുക്കുക. ഞാനിവിടെ 4.5 മീറ്ററിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 4.5 മീറ്ററിൻ്റെ ക്ലോത്ത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ദെൻ എൻ്റെ ലെങ്ത്തും വെട്ടും ഞാൻ 40 സെൻറ്റിമീറ്റർ വീതമാണ്. ആ സൈഡിലും ഈ സൈഡിലും 40 സെൻറ്റിമീറ്ററാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ 4ആയിട്ട് മടക്കി വെച്ച ക്ലോത്ത് ഒരറ്റത്തുനിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് അറ്റത്തിലേക്ക് ക്രോസ് ചെയ്ത് മടക്കി വെക്കുക. ഒരു കോൺ ഷേപ്പിൽ ക്രോസ് ആയിട്ട് മടക്കി വെക്കുക. ദെൻ ഇവിടെ നിന്ന് ഞാനൊരു 4 സെൻറ്റിമീറ്ററാണ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങളുടെ വേസ്റ്റ് എത്രയാണോ അതേപോലെ തന്നെ നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 4ആണ്. അപ്പോൾ നിങ്ങളൊരു ഏകദേശം ഒരു 4, കൂടുതൽ വണ്ണമുള്ളവരാണെങ്കിൽ ഒരു 6 അത്രയൊക്കെ കൊടുത്താൽ മതി. ആൻഡ് ലെങ്ത് 40 സെൻറ്റിമീറ്റർ തന്നെ അടയാളപ്പെടുത്തുന്നു. ടേപ്പ് നമ്മൾ ഇങ്ങനെ വെച്ച് ഒരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നമ്മൾ എക്സ്ട്രാ പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം അവിടെ എക്സ്റ്റൻഷൻ ആവശ്യമുണ്ട്. സൈഡിലായിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ 2 സൈഡിലായിട്ട് എക്സ്റ്റൻഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ക്ലോത്ത് എടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലെ എൻ്റെ പോർഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു പീസ് ക്ലോത്ത് എടുക്കുക, അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ രീതി എങ്ങനെയാണോ ആ രീതിയിൽ ആ സർക്കിളിൻ്റെ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ മെറ്റീരിയലിൻ്റെ ലൈനിങ് എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ സെയിം രീതിയിൽ തന്നെ 4ആയിട്ട് മടക്കി ഒരറ്റത്തുനിന്ന് ഓപ്പോസിറ്റ് അറ്റത്തിലേക്ക് മടക്കി ക്രോസ് ചെയ്ത് ലൈനിങ് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ സെയിം രീതിയിൽ കട്ട് ചെയ്താൽ മതി. നിങ്ങൾക്കിത് മാർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ ലൈനിങ് കട്ട് ചെയ്തത് അതേപോലെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. നമ്മൾ മാർക്ക് ചെയ്യുക, അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ സൈഡിൽ എൻഡിലായിട്ട് നമ്മുടെ ലൈനിങ്ങിന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത പോലെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതും നമ്മൾ ലൈനിങ് എങ്ങനെയാണോ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തത് അതേപോലെ തന്നെ സെയിം കാര്യങ്ങൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ ലൈനിങ് ഫസ്റ്റ് കട്ട് ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിൽ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഫുൾ സർക്കിൾ സ്കേർട്ടായിട്ട് നമ്മൾ ഈ ഫുൾ സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വേസ്റ്റ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടിയിട്ട് അറ്റാച്ച് ചെയ്യുക. നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് മെറ്റീരിയലും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ മറ്റേ വശവും അറ്റാച്ച് ചെയ്തിട്ട് 2 മെറ്റീരിയലും കൂടിയിട്ട് സൈഡ് 2ഉം കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ 2 പോർഷനും അതിൻ്റെ ആ സൈഡ് 2ഉം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേസ്റ്റ് പോർഷനിലായിട്ട് പടി വെക്കണം. അതിനായിട്ട് ജസ്റ്റ് ഒരു നീളത്തിൽ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അറ്റാച്ച് ചെയ്യുക, മടക്കിയിട്ട് ആ വേസ്റ്റ് പോർഷനിൽ അറ്റാച്ച് ചെയ്യുക. ഇനി നമ്മളതിലേക്ക് ഇലാസ്റ്റിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് ജസ്റ്റ് അവിടെ ഒരു സ്റ്റിച്ച് കുറച്ച് സ്ഥലത്ത് ഇടരുത്. എന്നിട്ട് അതിൽ കൂടിയിട്ട് ഒരു പിന്ന് വെച്ച് ഇലാസ്റ്റിക് നമ്മൾ എടുക്കുക, അതിൽ കൂടി എടുക്കുക. ആൻഡ് അതിൻ്റെ എൻഡ് പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഏകദേശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ കൂടി മടക്കി അടിക്കുക. നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വ്യൂ നോക്കാം.